കോടികൾ ചിലവഴിച്ച് നവീകരിക്കുന്ന മണാശ്ശേരി ചുള്ളിക്കാപ്പറമ്പ് റോഡിലെ വെസ്റ്റ് ചേന്നമംഗലൂരിൽ 30 മീറ്ററോളം സ്ഥലത്ത് ഡ്രെയിനേജ് നിർമ്മിക്കാത്തതിൽ പ്രതിഷേധവുമായി നാട്ടുകാർ. ഇറക്കവും വളവുമുള്ള റോഡിൽ ഡ്രെയിനേജ് നിർമ്മിച്ചില്ലെങ്കിൽ മണ്ണും കല്ലും ഒലിച്ചു വന്ന് റോഡിൽ അപകടം വർദ്ധിക്കാൻ കാരണമാവുമെന്നും നാട്ടുകാർ പറയുന്നു. $44 കോടി രൂപയോളം ചിലവഴിച്ച് BNBC നിലവാരത്തിൽ ടാറിംഗ്, ഡ്രെയിനേജ്, ഫുട്പാത്ത്, കൈവരികൾ എല്ലാം നിർമ്മിച്ച് നവീകരിക്കുന്ന മണാശ്ശേരി ചുള്ളിക്കാപ്പറമ്പ് റോഡിലെ വെസ്റ്റ് ചേന്നമംഗലൂരിൽ 30 മീറ്ററോളം സ്ഥലത്ത് ഡ്രെയിനേജ് നിർമ്മിക്കാതെ വെള്ളമൊഴുകിപ്പോവാൻ താൽക്കാലിക സംവിധാനം ഒരുക്കുന്നതിൽ പ്രതിഷേധിച്ചാണ് നാട്ടുകാർ രംഗത്തെത്തിയത്. ഇറക്കവും വലിയ വളവുമുള്ള പ്രദേശത്ത് ഡ്രെയിനേജ് നിർമ്മിച്ചില്ലെങ്കിൽ താൽക്കാലികമായി നിർമ്മിച്ച ഓവുചാലിലൂടെ മഴക്കാലത്ത് കല്ലും മണ്ണും ഒഴുകി വന്ന് റോഡിലടിഞ്ഞുകൂടി വലിയ അപകടമുണ്ടാവാനും റോഡ് പൊളിയാനും സാധ്യതയുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. ഇപ്പോൾ തന്നെ ഒരു കഴിഞ്ഞ മഴക്കൊക്കെ ഇങ്ങോട്ട് റോഡ് മേലിൽ ചാടിയിട്ട് ചെറുക്കല്ലും കല്ലും വലിയ വലിയ ബോളറിന്റെ ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ ആയിട്ട് രാവിലെ എല്ലാവരും ഇതെടുത്ത് മാറ്റിയതാ. അല്ല ഞാൻ ബൈക്ക് ആക്സിഡന്റ് ആവും അത് കണ്ടിട്ട്. അപ്പോൾ രാവിലെ ഞങ്ങൾ ഇവിടെ എഞ്ചിനീയർ ഉണ്ടായിരുന്നു ഇവിടുത്തെ, പിന്നെ അവരോട് ചോദിച്ച പോലെ പറഞ്ഞ് ഞങ്ങളോട് ഇങ്ങനെ ചെയ്യാനേ പറഞ്ഞിട്ടുള്ളൂ, മറ്റേ പണി പറഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. എന്നാൽ ഈ പ്രശ്നം കരാറുകാരനെ അറിയിച്ചപ്പോൾ ഡ്രെയിനേജ് നിർമ്മിക്കേണ്ട സ്ഥലത്തുള്ള സ്വകാര്യ വ്യക്തിയുടെ മതിൽ കെട്ടി നൽകാൻ പണമില്ല എന്നാണ് കരാറുകാരൻ അറിയിച്ചതെന്നും നാട്ടുകാർ പറഞ്ഞു. എന്നാൽ ഇതേ സ്വകാര്യ വ്യക്തിയുടെ മതിൽ ഒരു വശത്ത് പൊളിച്ചുമാറ്റി ഡ്രെയിനേജ് നിർമ്മിച്ച് നൽകിയിട്ടുണ്ടെന്നും നിലവിൽ പൊളിക്കാനുള്ള മതിൽ പൊളിച്ച് പുതുക്കിപ്പണിയാൻ പണം തികയില്ലെങ്കിൽ നാട്ടുകാർ പണം സ്വരൂപിച്ച് നൽകാമെന്ന് പറഞ്ഞിട്ടും കരാറുകാരൻ ഡ്രെയിനേജ് നിർമ്മിക്കാൻ തയ്യാറാവാത്ത സാഹചര്യത്തിലാണ് പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തിയത്. ഈ റോഡിൻ്റെ ഒരു ഡ്രൈനേജ് പ്രശ്നം കണ്ടില്ല നിങ്ങൾ? ഈ സ്ഥലം ഡ്രൈനേജ് ഉണ്ടാക്കാതെ അവർ വർക്ക് നിർത്തിവെച്ച് പോകുന്നൊരു സാഹചര്യമാണ് കോൺട്രാക്ടർമാർ ചെയ്യുന്നത്. അപ്പോൾ ഇവരെ കഴിഞ്ഞ വർഷം നമ്മൾ ഇതുമായി ബന്ധപ്പെട്ടിരുന്നു. ഈ സ്ഥലം കിട്ടുന്നില്ല എന്നാണ് പറഞ്ഞിരുന്നത്. അത് ശുദ്ധമായ കള്ളത്തരമാണ്. കാരണം ഈ സ്ഥലത്തിൻ്റെ ബാക്ക് ഭാഗം അവർ നന്നാക്കി കഴിഞ്ഞു. ആ സ്ഥലം വിട്ടുകൊടുത്തിട്ടാണല്ലോ അത് കിട്ടിയത്. പിന്നെ അവർ പറയുന്നത് ഞങ്ങൾക്ക് ഭീമമായ സംഖ്യ ഉപയോഗിച്ചിട്ട് മതിൽ കെട്ടാൻ കഴിയില്ല എന്നുള്ളതാണ്. ഭീമമായ സംഖ്യ ഉപയോഗിച്ച് മതിൽ കെട്ടി അതിനെ എസ്റ്റിമേറ്റ് ചെയ്യാൻ അതിന് MLA രൂപത്തിലോ അല്ലെ മറ്റു തരത്തിലോ അതിന് ഫണ്ട് രൂപീകരണത്തിന് കഴിയുന്നില്ലെങ്കിൽ ബാക്കി പോരായികളുടെ ഫണ്ട് എത്ര വെച്ചാൽ നാട്ടുകാർ പിരിച്ചു തരാമെന്ന് പറഞ്ഞു. കോഴിക്കോട് എയർപോർട്ടിലേക്ക് ഉൾപ്പെടെ നിരവധി വാഹനങ്ങൾ പോകുന്ന റോഡിൻ്റെ പ്രവൃത്തി പൂർത്തിയാവാറായ സാഹചര്യത്തിൽ എത്രയും പെട്ടെന്ന് മതിൽ പൊളിച്ചു നീക്കി ഡ്രെയിനേജ് നിർമ്മിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. അത്രമാത്രം മോശമാണ് വർക്ക് നടക്കുന്നത് പറയുന്നത്. ഇത് മാത്രം അങ്ങനെ വെച്ചെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും അപകടം വരുത്തും. ബൈക്ക് പോണാണ്, ഇവിടെ അപകടം എന്തായാലും ഉണ്ടാവും. മുമ്പേ അങ്ങനെ ആയിരുന്നു. ന്യൂസ് ബ്യൂറോ, മുക്കം.